കുറച്ച് ദിവസങ്ങളായി അൽഹംദുലില്ലാ ഒമാൻ സന്ദർശനത്തിലാണ്. അള്ളാഹു അനുഗ്രഹിച്ചൊരു ഭൂമിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കിട്ടിയൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അറിഞ്ഞുകൊണ്ട് മാസിർ റളിയല്ലാഹു അൻഹു അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് പോയി. അവിടെ നിന്ന് പരിശുദ്ധമായ സംസ്കാരങ്ങളും ഇസ്ലാമിക ആശയങ്ങളും എല്ലാം സ്വീകരിച്ചു. നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എൻ്റെ നാട് ഐശ്വര്യമുള്ള നാടാവണം, ബറക്കത്തുള്ള നാടാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതി വരുവോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ അനുഗ്രഹം ലഭിച്ച ഒരു ഭൂമിയാണ്, ഒരു നാടാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് തന്നെയുള്ള പ്രവാചകന്മാർ, പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പ്രദേശമാണ് ഒമാൻ. ഒമാനിലും സലാലയിലൊക്കെ ധാരാളം ചരിത്രങ്ങൾ ഇന്നും നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കവിടെയൊക്കെ പോയി സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. അൽഹംദുലില്ലാ. ഞാൻ ഈ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട പല ആളുകളും എന്നോട് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒമാനിൽ ജോലിയുണ്ട്, പക്ഷെ ഈ മഹാന്മാരും സ്വാലിഹീങ്ങളൊക്കെ ഇവിടെ ഇത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ പോകണമെന്ന് ഉസ്താദിൻ്റെയും കോട്ടയം നാസറുദ്ദീൻ സഖാഫി ഉസ്താദിൻ്റെയൊക്കെ സംഭാഷണമൊക്കെ കേട്ടപ്പം ഇത്രയും മഹത്തുക്കളും സ്വാലിഹീങ്ങളൊക്കെ ഉള്ള ഈ പ്രദേശമൊക്കെ ഒന്ന് സന്ദർശിക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായെന്ന് പലരും പങ്കുവച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ പുണ്യസ്ഥലങ്ങളൊക്കെ എത്താനുള്ള അവസരവും സാഹചര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. നാട്ടിലും വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഈ പുണ്യ മഹാത്മാക്കളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാനും ചരിത്രപ്രസിദ്ധമായ ആ പ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് പോകാനും യാത്ര ചെയ്യാനും സ്വാലിഹീങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകളും അവരുടെ ചരിത്രമുറങ്ങുന്ന ഭൂമിയിലൊക്കെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെക്കുറിച്ച് പഠിക്കുകയും അവരുടെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളിലൊക്കെ വന്ന് കുറച്ച് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തിനും വലിയ ബറക്കത്തിനും കാരണമാവും. ജോലിത്തിരക്കിനിടയിൽ അവധി കിട്ടുന്ന സമയത്ത് മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെ ഒരു ദിവസം ഒരു സമയം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരു ലീവിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ ഈ പുണ്യ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുകയും ആ മഹാന്മാരെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വലിയൊരു ഐശ്വര്യത്തിനും ബറക്കത്തിനും നല്ലൊരു ജീവിതത്തിനും കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളിവിടെ വന്ന സമയത്ത് അതിനുവേണ്ടി സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് എന്തെന്നില്ലാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ വരുമാന മാർഗങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവിധ പുരോഗതിയും സന്തോഷവും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മഹാന്മാരായ സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ, അവരുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മദതൊക്കെ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.